പ്രിയപ്പെട്ടവരെ നമസ്കാരം. കുറേ നാളുകളായി ഞാനൊരു സെൽഫി വീഡിയോ എടുത്തിട്ടാ. ആദ്യമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൽഫി വീഡിയോയിൽ എടുക്കായിരുന്നു. ഇപ്പോൾ ഇന്ന് എടുക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. ഇന്ന് നമ്മുടെ നാട്ടിലത്തെ, എൻ്റെ നാട്ടിലത്തെ ഒരു കുഞ്ഞൊരു പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊട്ട് കേൾക്കാം, ചെറുതായിട്ട് കൊട്ട് കേൾക്കാം. അപ്പോൾ നിതിനെ വിളിച്ചു. നിതിൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ നിതിൻ പോയി, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. കാരണം കൊട്ടുള്ളപ്പോൾ അവിടെ ഒന്നും കേൾക്കില്ല, നമ്മൾ വർത്താനം പറഞ്ഞാൽ തന്നെ കേൾക്കില്ല. അതുകൊണ്ട് കൂടിയിട്ടാണ് അവൻ പോയതിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നമുക്കൊന്ന് ഇറങ്ങാം, നമ്മുടെ നാട്ടിലത്തെ ഈ കൊച്ചു പൂരന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാന്ന് വെച്ചു. ഇനിയൊന്നും കേൾക്കില്ല. പൂരപ്പറമ്പിലേ ഒന്നും പറയണത് കേൾക്കില്ല, കൊട്ടല്ലേ, കൊട്ടിൻ്റെ ശബ്ദം കാരണം കേൾക്കണില്ല. അവൻ ഈ വൈകുന്നേരം നമുക്ക് വരാം. ഒരു കൊല്ലത്ത് കാശ്മീരിൻ്റെ കൊച്ചു പൂരം കഴിഞ്ഞു പോവാ. പിന്നെ നേരം വെളുത്തിട്ടില്ല, സമയം 6. നമ്മുടെ കുമ്പളി പൂരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ദിവസമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു. അല്ല, ഞങ്ങള് അവിടേക്ക് മുളക് പൊട്ടിക്കാൻ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് പ്രദീപേട്ടൻ വന്നേ. പ്രദീപിനെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒറ്റപ്പാലത്ത് പഴയ സാധനങ്ങൾ കൊണ്ട്, അതായത് ആളുകൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് പണിതിട്ടുള്ള ഒരു വീട് നമ്മൾ ഒരു എത്ര കൊല്ലം, 3 കൊല്ലം മുമ്പല്ലേ? 3 കൊല്ലം മുന്നല്ലേ നമ്മള് വീഡിയോ ചെയ്തേ. പരിക്കാശ്ശേരി മനയുടെ മോഡലില് പണിതിരിക്കുന്ന വീടാണ്. പഴയ സാധനങ്ങൾ വീട് പൊളിക്കുന്നിടത്തുനിന്നൊക്കെ പോയി നടന്ന് തപ്പിപ്പിടിച്ച് അല്ലേ, പഴമയുടെ മണം വേണമെന്ന് ആൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ പണിത വീടാണ്. നമ്മളതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മനോരമയിലും അങ്ങനെ ഏതൊക്കെയോ വന്നിട്ടുള്ളതാ. പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. മിന്നൽ മുരളിയിലൊക്കെ നാഷണൽ അവാർഡ് കിട്ടി. അതൊക്കെ ഇവരുടെ സിനിമയാട്ടോ. RDX വിതരണം നിങ്ങളായിരുന്നു. RDX. പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ പടത്തിന്റെ മുന്തിരിവള്ളികൾ തളിർത്തപ്പോൾ കുറെ സിനിമകളുണ്ട് കേട്ടാ. തളിർക്കുമ്പോൾ
അപ്പോൾ അതൊക്കെ പിന്നെ പറയാം. ഇപ്പം ഞങ്ങൾ ഇതിലടക്ക് ഇതാണ് നമ്മുടെ അടുക്കള തോട്ടം. ഇതിലടക്ക് സരി നടന്നു. ആൾ കുറേ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. കുറേ നാളുകളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് വിചാരിച്ചിരുന്നിരുന്നിരുന്ന് പെട്ടെന്ന് ഒരു മിന്നൽ സന്ദർശനം നടത്തി. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ തൊട്ടടുത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ആയി പോയി വന്നത്. ശരിക്കും 6 മണി തൊട്ടാണ് അവിടെ പരിപാടി. അപ്പോൾ ആളിങ്ങോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഈ ബ്രൊക്കോളി എന്ന് പറഞ്ഞ സാധനം. ശ്രീനിവാസൻ മൂന്നാർ വശത്തേക്ക് എവിടേക്കാണ്ട് മറ്റേ കാന്തല്ലൂർ എവിടേക്കാണ്ട് അന്വേഷിച്ച് പോയി സാധനമാണ് ബ്രൊക്കോളി. ഇത് ഉണ്ടായി തുടങ്ങിയണ്ട. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. അതെനിക്കറിയില്ല. നല്ലതായിരിക്കും. അല്ലല്ല, അത് പൊക്കാളി അരി. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. തക്കാളി, ചീര, പാലക് ചീര, പയറ്, വഴുതനങ്ങ, മണിത്തക്കാളി, ഉള്ളി, ചീര, കാബേജ്, കോളിഫ്ലവർ, ചതുരപ്പയർ, പിന്നെന്താ ഇഞ്ചി, നേന്ത്രവാഴ, പിന്നെ പപ്പകായ ഒക്കെ ഉണ്ട്, മാങ്ങ ഒക്കെ ഉണ്ട്, പച്ചമുളക് ഇഷ്ടം പോലെ. അത് കുഞ്ഞുമുളക്. ഈ സാധനം നോക്കിയാൽ മണിത്തക്കാളി എന്ന് പറയും. ഇത് വെറുതെ കഴിക്കുന്നതാ. കഴുകൊന്നും വേണ്ട. ഇതാണ് മണിത്തക്കാളി. കുടൽപ്പുണ്ണില്ലേ, കുടലിൻ്റെ ഉള്ളില് അതിന് നല്ലതാണ്. അല്ല, അതിന് പിന്നെ ഈ ദഹനക്കേട് അങ്ങനെ വയറ് സംബന്ധമായ ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ്. തമിഴ്നാട്ടുകാർ കണ്ടമാനത് കഴിക്കുന്നത് അത്ര. ഇതിന്റെ എല്ലാ തോരൻ വെച്ച് കഴിക്കും. ഇത് കടയിൽ കിട്ടില്ല. ഇതിന് തമിഴ്നാട്ടിൽ കിട്ടും. ഇവിടങ്ങളിൽ ഇതിന് വലിയ ആൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. അതാണല്ലോ ഞങ്ങൾ വീഡിയോ എടുക്കുക. ഞങ്ങൾ ഇതൊക്കെ ചെയ്യാനാകുമ്പോൾ ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ തോന്നും. പ്രചോദനം. പച്ചമുളക് അത് ചേട്ടൻ ചെയ്ത് മൂന്നാമത്തെ ചേട്ടൻ ചെയ്യുന്നത്. അതാണ് വീടത്. ഇതിപ്പോ വെണ്ട കണ്ട വെണ്ട കട ചള്ള് വെണ്ട. ഇത് ചള്ളാണ്. ഇതിപ്പോ പൊട്ടിക്കാറായി വേണ്ടേ. വെണ്ട എല്ലാ ദിവസം അതാണ് മനോഹരമായി വെള്ളരിക്ക. ഇതാണ് വെള്ളരിക്ക. ഈ മുളകാണ് നമ്മൾ പൊട്ടിക്കാൻ വന്നേ. ഇത് ഉണ്ണി ഇതൊന്ന് കഴിക്കണത്. ആ ഡെമ്മിൽ ഇത് കഴിക്കണത്. ഇത് വെറുതെ തിന്നാൻ ഏറ്റവും ഉഗ്രസാണ്. വേഗം കഴിക്കണമെന്ന്. ഞങ്ങൾ എന്തിനാ പച്ചമുളക് പൊട്ടിക്കാൻ വന്നെന്നറിയോ? നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ സരിതാര തുന്തുരു കുരിയച്ചറേ ഒരു ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഫുഡ് ടേക്ക് അവേ മാത്രം. ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചത് പൊട്ടിച്ചിട്ട്. അപ്പൊ പച്ചമുളക് അവിടെ എപ്പോഴും ആവശ്യമുണ്ടല്ലോ. പച്ചമുളക്, വേപ്പിൻ്റെ നാള് കൊറേ കൊണ്ടുപോയി ഇവിടെ വെട്ടിക്കളയണാണേ. വെട്ടി നിർത്തും. മരം വലുതായി പോവാണ്ടിരിക്കും. പഴുത്തത് ഇതൊരം തിന്നാൻ ധൈര്യണ്ടാ? വേണ്ട. പിന്നല്ലാണ്ട് എരിവാണോന്നാ? ചേട്ട വെറുതെ അരിഞ്ഞിട്ട് ഇന്നലെ മുഖം തുടച്ചിട്ട് വൈകുന്നേരം വരെ മുഖം നീർ നടക്കായിരുന്നു. കൈ കഴുകാണ്ടേ. ചില സമയത്ത് നമുക്ക് അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. ഈ സാധനം നമുക്ക് ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള. അല്ലല്ല, ഇത് വെള്ളരിക്ക. കത്തി കൊണ്ട് മുറുക്കി. പണ്ട് ആളുകൾ ഈ വെള്ളരിക്ക ഇങ്ങനെ ചള്ളിൽ തിന്നണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചള്ളിലെന്ന് പറഞ്ഞ് മൂക്കാത്ത ടൈപ്പില്. ആള് ഒറ്റപ്പാലത്താണ് താമസമെങ്കിലും നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരനാണ് കേട്ടാ. അങ്ങനെയാണ് നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയത്. തൃശ്ശൂർ ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ട്. സത്യന്തിക്കാടിന്റെ ശിഷ്യനാണ് പറയണ. സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആള്. ഇപ്പൊ സിനിമ തന്നെയാണ് ജീവിതം. എല്ലാം തന്നു. 2 മക്കളാണ്. ഒരാള് ലണ്ടനില്, ഒരു മോൻ എറണാകുളത്ത്. എന്തിനാ പഠിക്കുന്നത്? ജോലിയാണ്. പിന്നെ ഭാര്യ ടീച്ചറാണ്. ഏത് സ്കൂളിലാ? വാടാനംകുറിശി.
വാടാനം കുറിച്ച് അവിടെ നിന്ന് ഒറ്റപ്പെടുന്ന എത്ര ദൂരം ഉണ്ട്? 15 കിലോമീറ്റർ. എല്ലാ ദിവസം പോയി വരും അല്ലേ? കാറിൽ പോയിട്ട് ആൾ തന്നെ ഡ്രൈവ് ചെയ്യും. ഡ്രൈവ്. പിന്നെ സിനിമയാണ് ജീവിതം. സിനിമയാണ്. ഇപ്പം എത്ര കൊല്ലമായി സിനിമയിൽ വന്നിട്ട്? 24ാമത്തെ കൊല്ലം. 24ാമത്തെ കൊല്ലാണ്. സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണോ അതോ? സിനിമയിലിപ്പോൾ സിനിമ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ. പല നിന്ന് കിടക്കണ പടങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും കാരണം, അതൊക്കെ ഇപ്പോൾ പ്രൊജക്റ്റ് ഓണാക്കി കൊണ്ടിരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ മനുഷ്യരുടെ പ്രയത്നമാണ് സിനിമ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാവും ചിലപ്പോൾ ഇത് മുടങ്ങിയിട്ടുണ്ടാവും. നമ്മളത് പോയിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയേ. ഇതാണ് സാധാരണ വളരെ കിടക്കണല്ലോ. എന്താ പറയുക, പുഴുകുത്തുന്നതോ സരിത തിന്നോ? അതെ, 2015 ജഗു അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടാണ് നായകൻ. ഇന്ദ്രജിത്ത്. അടൂരും തോപ്പിലല്ലാത്ത ബാസി. ആ സിനിമേനെ പൊടി തട്ടി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അടൂരും തോപ്പിലും അല്ലാത്ത ബാസി. പട്ടാമ്പി വശം, ആ വശത്തൊക്കെയാണ് ഷൂട്ടിങ് നടന്ന. പട്ടാമ്പി, കൂനത്തറ, മനസ്സിലായില്ലേ? ഇന്ദ്രജിത്ത്. ജോജു ഒക്കെ ആ സമയത്തേ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടൈമിലായിരുന്നു. ജോജു ജോർജ് അല്ലേ? എന്തുകൊണ്ടാണ് ഇറങ്ങാണ്ട് പോയത് അതറിയില്ല. ഞങ്ങള് കൊറേ ജഗുവിന്റെ ഒരു ഭയങ്കര ഷൂട്ടിങ്, ജഗുവിന്റെ നല്ലൊരു രസകരമായ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ ചിരിച്ചിരിച്ച് ജഗു കുഞ്ഞിടാവായിരുന്നു കേട്ടോ. എത്ര വയസ്സുണ്ടായിരുന്നു സരിത? 5 വയസ്സുള്ള. അപ്പൊ അത് എന്തുകൊണ്ടോ നിന്ന് പോയതാണ്. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാണ്ടിരുന്നതല്ല. അല്ലല്ല, പകുതിക്ക് വെച്ചിട്ടാണ് നിന്ന് പോയി. ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചീനിമിളക് എന്ന് പറയാ. ചീനിമിളക്, ചൂനിയമിളക്. അയ്യോ, തുന്തുരു ഇപ്പോൾ ഇത് ടേക്ക് അവേ നടത്തിയിട്ടില്ല. അല്ല, ടേക്ക് അവേ നടത്തില്ല, ടേക്ക് അവേ തുടങ്ങിയിട്ടില്ലേ? ടേക്ക് അവേ തന്നെയല്ലേ പറയാ സരിത? ആ വഴിയിലുള്ള സ്കൂളാണ് സെൻറ്റ് പോൾസ് സ്കൂള്. അവിടെയാണ് നമ്മുടെ പ്രദീപ് പഠിച്ചത്. 4ാം ക്ലാസ് വരെ പഠിച്ചത്. ആ അതെ. എന്ന് വല്യമ്മേരെ പേര്? ആ അതെ. അപ്പോൾ ആള് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കുരിയച്ചറത്തെ സ്കൂള് ബിൽഡിങ് അത് പണിതുകൊണ്ടിരിക്കുന്ന ക്ലാസ് മുറി ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് അല്ലേ? അതെ. അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ കുട്ടികൾ മരിച്ചതൊക്കെ? 3 കുട്ടികളാണ് മരിച്ചില്ലേ? ഞാൻ പഠിക്കുമ്പോഴല്ല, ഞാനൊക്കെ അതിന് മുമ്പാണ്. അതെ. 69 ജനിച്ചു. 75 69 ഞാൻ ജനിച്ചേ. നമ്മളൊരു പ്രായം. എന്നെ നിങ്ങളെ കണ്ടാ പറയൂ, നിങ്ങൾ ചെറുപ്പല്ലേ? നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ നല്ല ഭക്ഷണമൊക്കെ തന്ന് ഇങ്ങനെ പഷ്ണി ഉണ്ടായിരുന്നു നമുക്ക് കാലങ്ങള്. എന്തുല്ലേ? ആ സരിത് ഇപ്പോഴല്ലേ വന്ന എൻ്റെ ഒപ്പം. അതിനു മുന്നേ ഞാനോ പ്രായമാവുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രായമാവാണ്ടിരിക്കുക നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അവൾക്ക് പ്രായം കുറയുന്ന എൻ്റെ കാര്യോ? പക്ഷേ ചെറുത് പൊട്ടിക്കണ്ട, അതുകൊണ്ടോ വലുത് മാത്രം പൊട്ടിച്ചാൽ മതി, പിന്നെ കൊടുത്താൽ മതി. അതിവിടെ കുറേ ഉത്സവങ്ങളും കാവടികളും ഒക്കെ ഉണ്ട് ഇപ്പോൾ. വിഷമൊന്നും അടിച്ചില്ലെങ്കിലും നമ്മൾ കണ്ട അത്യാവശ്യം മുളക് കിട്ടുന്നുണ്ട്. ആ അത് ഉണ്ടോ? വിഷടിക്കാത്തോണ്ട്. ഇത് നമ്മുടെ അടുക്കള തോട്ടം നടന്ന് കാണാൻ പോയി കേട്ടാ. അത് അസോള. ആ കോഴികൾക്ക് തീറ്റയിട്ട് കൊടുക്കും അസോള. മീനുകൾക്കും. ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് ചേട്ടൻ പറയുന്നു. അല്ല, ഇഷ്ടപ്പെടാണ്ട് ഇപ്പം ഇങ്ങനെ നടന്നു നോക്കില്ലല്ലോ. ആള് ഭയങ്കര കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളാ. സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ എറണാകുളത്ത് അവരെ ഓഫീസുണ്ട്. ഓഫീസ് കുറച്ച് സ്ഥലത്താണുള്ളത് കേട്ടാ. അവിടെ ആള് കുറേ സാധനം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നവർക്ക് എന്തിട്ട് കാന്താരി ജ്യൂസാ ഇതൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അന്ന് ഞങ്ങള് പ്രാവൻകൂട് ഷാപ്പ് ഡബ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞത്. അപ്പൊ ആളുടെ ഓഫീസിലേക്ക് നേരെ പോയ
ആ ഓഫീസിലേക്ക് ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റുഡിയോ എവിടെയാണെന്ന് അറിയില്ലേ, അപ്പോൾ ആളുടെ ഓഫീസിലേക്ക് ആൾ വരാൻ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചു. എറണാകുളത്താണ്, കലൂര് അടുത്ത് സപ്ത സ്റ്റുഡിയോ. സപ്ത സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ പോയത്. അതെ. അപ്പോൾ അങ്ങോട്ട് ആൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ലൊക്കേഷനൊന്നും അയച്ചു തരണില്ല സപ്തയുടെ, നിങ്ങൾ എൻ്റെ അടുത്ത് വായു എന്ന് പറഞ്ഞു. എന്നിട്ട് ആളുടെ ഓഫീസ് പറഞ്ഞതും ഞങ്ങൾ അങ്ങോട്ട് നേരെ ചെന്നിട്ട് ആൾ ഞങ്ങളെ ഉണ്ടാക്കി തന്നു. അവിടെയൊക്കെ വിശ്രമിച്ചിട്ട് ഞങ്ങൾ പോയ ബസ്സിൽ പോയ ക്ഷീണമൊക്കെ ഞങ്ങൾ മാറ്റി. ഞങ്ങൾക്ക് പ്രദീപ് ഭയങ്കര ഓഫർ തന്നിട്ടാ. ആള് സിനിമ ഏതെങ്കിലും ഒരെണ്ണം ശരിയാക്കുമ്പോൾ ഞങ്ങളെ യൂട്യൂബേഴ്സായിട്ട് അതിൽ അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ സരിദിൻ ജഗും യൂട്യൂബറായി വന്നിട്ട് ഒരു കഥയിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഓഫറുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനെ പറ്റിയിട്ട് ഓൾറെഡി അതിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്നും കേൾക്കണില്ല. സിനിമ അങ്ങനെയാണ്, ഇപ്പൊ ടൈം എടുക്കും. കണ്ട ഇത്രയ്ക്ക് അധികം മിളക് നമ്മുടെ തുന്തുരുവിന്റെ ഇതിലേക്ക് കൊടുക്കാണ്, കൊണ്ടുപോവാണ്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ പൊട്ടിച്ചിട്ട് പോവാം. ഇനി പൊട്ടിക്കാന് കുറെ ഉണ്ട്. അപ്പൊ ഇനി നമ്മളേ കുറച്ച് വേപ്പില പൊട്ടിക്കണം. അപ്പോൾ ഇതിലെങ്ങനെ കിടക്കാം. സരിത പാടി വേപ്പില പൊട്ടിക്കാൻ. ഇതിൽ മണിത്തക്കാളി പഴുത്ത് തുടങ്ങിയ തക്കാളി പഴുത്ത് തുടങ്ങി സരിത കിട്ടില്ലേ? ഇതിവിടെ വെച്ചാൽ മതി. ഇതിവിടെ വെച്ചാ വേപ്പില പിടിച്ചിട്ട് വരാം. കസാര ഇട്ടിട്ട് ഇരുന്ന് പൊട്ടിച്ച് നല്ല സമാധാനം. കസാര എന്ന് ഞാൻ പറഞ്ഞല്ലേ, സ്റ്റൂൾ ഇട്ടിട്ട് മുട്ടിപ്പലക, പണ്ടത്തെ മുട്ടിപ്പലക. വേപ്പില ഞാൻ രണ്ടവിടുന്ന് പൊട്ടിക്കുന്നത്. അവിടെ നല്ല ബെസ്റ്റ് വേപ്പിലുണ്ട്. നമ്മുടെ ഹൈറ്റ് കൂടുതലാണെങ്കിലും കാര്യമില്ലേ എന്നിട്ട് പറയാം, നല്ല ഇലയൊക്കെ ചുക്കിലി പോലത്തെ ഇലകളാ. എന്നിട്ട് പൊട്ടിക്കുന്നത് കോവക്കായ. ചേട്ടൻ കുറച്ച് വേപ്പിൻ്റെ ഇല, കുറച്ച് വേപ്പിൻ്റെ ഇല വേണം തുന്തുരുവിന്. അന്ന് പൊട്ടിച്ചെന്ന പല്ല് ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ഇനി ആവശ്യമാകുമ്പോൾ വന്നോളൂന്ന്. പടവലങ്ങ ഉണ്ടായില്ലേ? അവിടെയും പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒരടിപ്പ് രോഗം വന്നേ കടാ ഇങ്ങനെ ഞാൻ തലമുറിച്ചതാ. അല്ല അല്ലേ? ഓരോന്നിന്റെ കളറിലേക്ക് ഇതൊക്കെ ഉണ്ടാവണത്. അതെന്ത് പറ്റിയവോ? അതൊരു എന്തൊരു മഹാളി രോഗം എന്തിട്ട് പപ്പയ്ക്ക് മഹാളി രോഗം വരാ. മൊസൈക്ക് രോഗമാണ് പപ്പയ്ക്ക് വരാ. പപ്പയ്ക്ക് മൊസൈക്ക് രോഗം എന്ന് പറയാം. മൊസൈക്ക് ഗ്രാനൈറ്റ് ആണോ പോലെ. അപ്പൊ വേപ്പില ഏയ് വേപ്പില എപ്പോഴും ഇങ്ങനെ ഒടിക്കണം നമ്മള്. പൊട്ടിച്ചു കേട്ടാ. ശുദ്ധമായ മരുന്നടിക്കാത്ത പച്ചമുളക് കുറച്ചുണ്ട് അവിടെ, അപ്പൊ അതും കൂടി പൊട്ടിച്ചിട്ട് അവന് കൊണ്ടു കൊടുക്കാനാ. കോളിഫ്ലവറുകളല്ലേ? കോളിഫ്ലവർ ഒക്കെ ദേ ആയില്ലോ. ദേ ബ്രക്കോളി ഇവിടെ ഇല്ലേ? ബ്രക്കോളി ഇവിടുത്തെ കോളിഫ്ലവറുകൾ വലുതായി. കോളിഫ്ലവറുകൾ ദേ രണ്ടെണ്ണം പൊട്ടിച്ച് കൂട്ടാൻ വെച്ചൂല അല്ലേ ചേട്ടാ? ഞങ്ങള് പ്രദീപേട്ടനെ ഒരു സ്ഥലത്തേക്ക് പ്രദീപേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അഞ്ചേരിയിലുള്ളൊരു ഹാളിലേക്ക് പരിപാടിക്ക് വന്നപ്പോൾ. അപ്പോൾ ആളവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. വേപ്പിൻ്റെ ഇലയും മുളകും. ഇന്ന് എങ്ങനെയുണ്ട് കച്ചവടം? ഇതെന്തിട്ടാ? ചില്ലി പോർക്ക്. ചേട്ടത് വാങ്ങിച്ചാലോ? ഇരിക്കുന്ന കാണുമ്പോൾ എന്നെ കൊതിയാവും. അതെ, തുന്തുരുവിൻ്റെ ഷോപ്പിൽ നമ്മൾ വന്നു. തുന്തുരുടിയിലെ ചക്കരി ഉണ്ട്. അവന് ഒരു ഓർഡർ ഉണ്ട് അല്ലേ? എവിടെയാ? എന്തിട്ടൊക്കെ സാധനങ്ങൾ? ചോറ്, കോഴി, മീൻ, പോർക്ക്, അതൊക്കെ തന്നെ.
ചേച്ചിയുടെ സബ്സ്ക്രൈബറാ. അതെ ഇന്നൊരു 3-4 ഓർഡർ കിട്ടിയതൊക്കെ ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ്. അതെ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം? എല്ലാം 10-20 അങ്ങനെയൊക്കെ. ടോട്ടൽ ഒരു 100-ന് താഴെ. ഒക്കെ ഒരേ ഫുഡ് തന്നെയാ? അല്ലല്ല, വേറെ വേറെ ബിരിയാണി ഒക്കെ ഉണ്ട്. ഉവ്വ. അപ്പോൾ പാലക്കൽ ഒരു ഓർഡർ കൊണ്ടുകൊടുക്കാൻ പോയേക്കാണ് കുന്തിരു, അത് കാരണം ഇവിടെ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് ഓർഡർ ഉള്ളൊരു സാധനത്തിൽ അധികം ഉണ്ടാക്കിയിട്ട് അവൻ ഷോപ്പിൽ ഇപ്പോൾ കൊണ്ടുവച്ചതാണ് ഇത്. മീൻകറി താഴെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? പോർക്ക് കഴിഞ്ഞു, ചിക്കൻ കഴിഞ്ഞു, മീൻകറി കഴിഞ്ഞു, ബിരിയാണി കഴിഞ്ഞാ? ബിരിയാണി കഴിഞ്ഞിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ബിരിയാണിയും കഴിഞ്ഞു. അപ്പോൾ വേണ്ടവർ വേഗം വന്നോളൂ, തലേ കഴിയൂ. എനിക്ക് എന്തെങ്കിലും ചില്ലി പോർക്ക് എടുത്തത് ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി. പിന്നെ ഒരു പ്രധാന കാര്യം, വെള്ളിയാഴ്ച അവധിയാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ തട്ടുകടകൾ, അതുപോലെ ഇങ്ങനത്തെ ടേക്ക് അവേ കൗണ്ടർ, ഇങ്ങനത്തെ കടകളൊക്കെ തിങ്കളാഴ്ച ദിവസമായിരിക്കും മുടക്ക്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ തിങ്കളാഴ്ച, ഇവിടെ അടുത്ത് വേറെ കടകളുണ്ട്, അതൊക്കെ തിങ്കളാഴ്ച മുടക്കായതുകൊണ്ടേ തുന്തുരുവിൻ്റെ നമ്പറിലേക്ക് തിങ്കളാഴ്ച ദിവസം എൻക്വയറി വരുന്നുണ്ട്, ഇവിടെ തുറന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതെന്ത് ചെയ്തു, ഇപ്പോൾ കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇവിടെ കച്ചവടം കുറവ്. അപ്പോൾ വെള്ളിയാഴ്ച മുടക്കാക്കി തിങ്കളാഴ്ച ഓപ്പൺ ആക്കി. അപ്പോൾ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഓക്കെ, ഷവർ വേണ്ട. അപ്പോൾ ഞാൻ പച്ചമുളക് പൊട്ടിക്കുന്ന ആ വേഷത്തിൽ ചേട്ടാ, സരിതൊക്കെ ഡ്രസ്സ് മാറി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്, നമ്മളതന്നെ. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ തുന്തൂരിൻ്റെ കടയിലേക്ക് എല്ലാവരും വരാം, എന്നിട്ട് രുചി പരീക്ഷിച്ചറിയാം കേട്ടാ. വെള്ളിയാഴ്ച മുടക്കാം. അപ്പോൾ നമ്പർ നമുക്ക് ഇവിടെ തരാം, വിളിച്ച് ഓർഡർ ചെയ്യാം കേട്ടാ. അപ്പോൾ ഇനി വീട്ടിലേക്ക്.